ദ എൻഡ് ഓഫ് ഓക്ക് സ്ട്രീറ്റ് എന്ന ഹോളിവുഡ് സിനിമയുടെ ഒരു ജനറൽ റിവ്യൂ സെക്ഷനിലേക്കാണ്. അതൊരു റൗണ്ടപ്പ് ആയിട്ട് ഉള്ള ഒരു ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. സിനിമ 1 മണിക്കൂർ 39 മിനിറ്റാണ്. ഡൈനോസർ ആണ് ഈ സിനിമയുടെ ഒരു പ്രധാന കഥാപാത്രങ്ങൾ ഒക്കെ പറയാം നമുക്കിപ്പം. ഇതിൽ ഡൈനോസർ അറ്റാക്ക് ചെയ്യുന്നതും കാര്യങ്ങളുമാണ്. സർവൈവൽ പരിപാടിയാണ്. നമുക്കിതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതിൻ്റെ കാരണം അതാണ്. ജുറാസിക് പാർക്ക് ആ ഒരു ഫ്രാഞ്ചൈസിനൊക്കെ ശേഷമേ അപ്പോൾ ഒരു സർവൈവൽ പടമാണ്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ 39 മിനിറ്റേ ഉള്ളൂ. ഭയങ്കര ഗ്രിപ്പിംഗ് ആയിരിക്കും എന്നൊക്കെയാണ് കരുതിയത്. സിനിമയെ പറ്റി പറയാനാണെങ്കിൽ അതിന് നേരെ വിപരീതമെന്നാണ് പറയാനുള്ളത്. ഒരു സർവൈവൽ ത്രില്ലർ പ്രതീക്ഷിച്ചിട്ട് കിട്ടിയത് ഒരു ഡ്രാമ മൂവിയാണ്. ഇപ്പം കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്താണ് കോൺജറിങ് ദ ലാസ്റ്റ് റൈറ്റ്സ് ഇറങ്ങിയത്. അപ്പോൾ അതും ഇതാണ്, ഹൊറർ പ്രതീക്ഷിച്ചിട്ട് നല്ല ഇമോഷണൽ ഡ്രാമ കിട്ടിയെന്ന് പറയുന്നത്. അതേ ഒരു ഇതാണ് ഇതിലുള്ളത്. സർവൈവൽ ത്രില്ലർ പ്രതീക്ഷിച്ചിട്ട് ഇമോഷണൽ ഡ്രാമ കിട്ടി എന്നുള്ളത്. ഓവറായിട്ട് ഡൈനോസറിൻ്റെ ഇമോഷനും കാര്യങ്ങളും അതിലോട്ടൊക്കെ കടന്ന്, അതുപോലെ തന്നെ ത്രില്ലിങ്ങിന് പകരം പക്കാ സർവൈവലിന് പകരം പക്കാ ഡ്രാമാറ്റിക് ആക്കി, ഇമോഷണൽ ആക്കി, അങ്ങനെ കുളവാക്കിയ ഇങ്ങനത്തെ സിനിമയിൽ ത്രില്ലാണല്ലോ അടിക്കേണ്ടത്, ആ ക്യൂരിയോസിറ്റി ആണല്ലോ, അത് രണ്ടും ഇല്ലാതാക്കി കളഞ്ഞൊരു ഒരു പരിപ്പൂട ത്രില്ലർ എന്നുള്ള രീതിയിലാണ് ഈ സിനിമയുടെ റിവ്യൂസ് കൂടുതലും വരുന്നത്. പ്രോപ്പർ മിക്സഡ് ആണ് ഈ ഇമോഷൻ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോയിന്റ് അതുപോലെ തന്നെ ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ചത് സർവൈവൽ ത്രില്ലറാണ്. അതുകൊണ്ട് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അതൊരു പ്രോപ്പർ നെഗറ്റീവ് പരിപാടിയാണ്. പക്ഷേ ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടവരുണ്ട്, ഇമോഷണൽ സൈഡും ഡ്രാമ ഇഷ്ടപ്പെട്ടവരുണ്ട്. ഹന്ന ഹാത്തവയുടെ ക്യാരക്ടറിൻ്റെ ഒക്കെ അവരുടെ ഒരു ക്യാരക്ടർ ആർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടവരും ഉണ്ട്. പക്ഷേ കംപ്ലീറ്റ് ഇതിന് ട്രെയിലറും കാര്യങ്ങളും ഇവർ പ്രൊമോട്ട് ചെയ്തൊക്കെ രീതിയിൽ ആ ഒരു പരിപാടി മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഈ സിനിമ കാണാൻ. കാരണം അതൊരു പ്രോപ്പർ ത്രില്ലർ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഒരു ഇമോഷണൽ ഡ്രാമയാക്കി കളഞ്ഞു. അങ്ങനത്തെ ഒരു മൂഡിലോട്ടായി പോയി. അപ്പം നമ്മുടെ മനസ്സും അങ്ങനെ പാകപ്പെടുത്തിയിട്ട് വേണം ഈ സിനിമയ്ക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ തീർത്തും നിരാശയായിരിക്കും. പക്ഷെ ഒരിടത്ത് പോലും ഒരു ഗംഭീര റിവ്യൂ കണ്ടിട്ടില്ല. നമ്മൾ അങ്ങനെ പാകപ്പെടുത്തി പോയാൽ പൈസ പോകത്തില്ല, ഒരു കുഴപ്പമില്ലാത്തൊരു വൺ ഡേ മാച്ച് എന്ന് വേണം തോന്നാം. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ദ എൻഡ് ഓഫ് ഓക്ക് സ്ട്രീറ്റ് എന്ന സിനിമയിൽ നിന്ന്.